അങ്ങനെ ഞങ്ങൾക്ക് ലീവ് കിട്ടി. ഇനി നാട്ടിൽ പോവുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ ദിവസത്തിലൊരു സംഭവം നടക്കും. എന്താണ്? റിസൾട്ട് വരും. അപ്പൊ റിസൾട്ട് വരുമ്പോ കാണാട്ടോ കുട്ടികളെ. എവിടെ കഴിച്ചത്? പുറംതിരിഞ്ഞൊരു കുന്നപ്പ റിസൾട്ട് വിളിക്കാട്ടോ. ബൈ. അങ്ങനെ നേരെ ബസ്സിൽ കയറി ഉക്കാട് സ്റ്റാൻഡിലെത്തി. എല്ലാവർക്കും പെരുന്നാൾ ലീവായതുകൊണ്ട് ബസ്സിലൊക്കെ നല്ല തിരക്കിയായിരുന്നു. ഞങ്ങളുടെ ഒരു പ്ലാന് പാലക്കാട് എത്തി കഴിഞ്ഞിട്ടേക്കാരം ബാങ്ക് കൊടുക്കുക, ഫുഡ് അയച്ചിട്ട് നേരെ വീട്ടിൽ പോകാന്നായിരുന്നു. പക്ഷെ നല്ല ബ്ലോക്ക് കാരണം ഞങ്ങൾ ബസ്സിലായപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ ഇവിടുന്നൊക്കെ വെള്ളമൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നു. വെള്ളം വരുന്നില്ല. ബാങ്ക് കൊടുത്തൊരു മണിക്കൂറായപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അപ്പോൾ അതിൽ തന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ മെനു കാർഡ് വായിച്ച് അതിൽ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരാൾക്ക് പറ്റുന്ന ഒരാൾക്ക് പറ്റൂല, അങ്ങനെ ആർക്കും ഒന്നൊന്നും പറ്റാതായി. എന്റെ ഇഷ്ടക്കാരൻ നോക്കാനും ഗൈസ്. അതെ, ലാസ്റ്റ് ഞങ്ങളോടൊന്നും പറയുന്നില്ല. വെയിറ്റ് വന്ന സീനായപ്പോൾ ഞങ്ങൾ അൽഫാമെന്ന് പറഞ്ഞു. വീട്ടിൽ രണ്ട് പഠിപ്പ ആളാണ്. ഇപ്പൊ ഇല്ല നേരം കൊണ്ട് എന്ത് ചെയ്തു, ആ മെനു കാർഡ് ഫുൾ ഇരുന്ന് പഠിച്ചു. എനിക്കിത് റിസോണ്ട് എനിക്കിത് റിസോണ്ട് എനിക്ക് ബാക്കിയുള്ള പീസ് എനിക്കിത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കരിഞ്ഞ ചോയ, അതുകൊണ്ട് എനിക്ക് വല്ലതാ പറ്റില്ല. പിന്നെ എൻ്റെ ഒപ്പം ഉള്ളവർക്ക് പിന്നെ കരിഞ്ഞതായാലും പൊരിഞ്ഞതായാലും ഒക്കെ പൊയ്ക്കോളും. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, കണ്ണാപ്പിന്റെ ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനും ഒക്കെ എൻ്റെ ഫോട്ടോ തന്നെ. എന്താ ചെയ്യാല്ലേ, ഈ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം. അത് കഴിഞ്ഞ് പെരുന്തൽമണ്ണ ഇപ്പോൾ ഞാൻ ഇറങ്ങി, കണ്ണാപ്പ് നേരെ വിട്ടു. അപ്പൊ അത്രയ്ക്കുള്ളൂ ഗൈസ്. ബൈ.